ഒരുപാടങ്ങ് ചിരിക്കണ്ട. വൈകുന്നേരമാവുമ്പോഴേക്കും കരയേണ്ടി വരും. ചെറുപ്പത്തിൽ കാരണവന്മാരിങ്ങനെ പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. ഒരുപാട് സന്തോഷിച്ചാൽ അല്ലെങ്കിൽ ജീവിതത്തിലെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ പെർഫെക്റ്റായി നടന്നാൽ എവിടെയോ എന്തോ ഒരു വലിയ പണി വരാനുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ഈ തോന്നൽ വെറുമൊരു അന്ധവിശ്വാസമല്ല. ഇതിന് പിന്നിൽ വളരെ കൃത്യമായൊരു ശാസ്ത്രമുണ്ട്. ചിരിയുടെ കാര്യത്തിൽ മാത്രമല്ല, പെട്ടെന്ന് ഒരുപാട് പണം കിട്ടിയാലും അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ അത്യാവശ്യം നല്ലൊരു ബാലൻസ് വരുമ്പോഴും നമ്മുടെ തലച്ചോറ് കാണിക്കുന്നത് ഇതേ പരിപാടിയാണ്. ഇതിനെ സൈക്കോളജിയിൽ അപ്പർ ലിമിറ്റ് പ്രോബ്ലം എന്ന് വിളിക്കും. ലക്ഷക്കണക്കിന് വർഷങ്ങളായി കാട്ടിൽ ജീവിച്ചിരുന്ന നമ്മുടെ മുൻഗാമികളുടെ അതേ തലച്ചോറാണ് ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നത്. അന്ന് ഇല്ലായ്മയായിരുന്നു യാഥാർത്ഥ്യം, എപ്പോഴും പ്രതിസന്ധികളായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരുപാട് വിഭവങ്ങൾ അല്ലെങ്കിൽ വലിയൊരു സന്തോഷം മുന്നിൽ കാണുമ്പോൾ നമ്മുടെ തലച്ചോർ കൺഫ്യൂസ്ഡ് ആവും. ഇത്രയും സുരക്ഷിതത്വം സാധാരണയല്ലല്ലോ, അപ്പോൾ എവിടെയോ എന്തോ വലിയ അപകടം ഒളിച്ചിരിപ്പുണ്ട് എന്ന് തലച്ചോറിലെ അമിഗ്ഡല തെറ്റിദ്ധരിക്കും. അപ്പോൾ തന്നെ അത് സ്ട്രെസ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. പണമുണ്ടെങ്കിലും പലർക്കും സമാധാനം കിട്ടാത്തതിന്റെയും വെറുതെ പണം ചെലവാക്കി സ്വയം നശിപ്പിക്കുന്നതിന്റെയും യഥാർത്ഥ കാരണം ഇതാണ്. നമ്മുടെ തലച്ചോറിന് സമ്പത്തിനേക്കാളും സന്തോഷത്തെക്കാളും പരിചിതം ആ പഴയ സ്ട്രെസ്സിനോടാണ്. അതുകൊണ്ട് ഒരുപാട് ചിരിച്ചാൽ കരയേണ്ടി വരുന്നത് എന്തെങ്കിലും ശാപം കിട്ടിയിട്ടല്ല, നമ്മുടെ തലച്ചോറ് തന്നെ അറിയാതെ പണി തരുന്നതാണ്. ഇതിനൊരു പരിഹാരമുണ്ട്. ബോധപൂർവമുള്ള മൈൻഡ്ഫുൾനെസ്സിലൂടെ, അതായത് ഡെലിബ്രേറ്റ് മൈൻഡ്ഫുൾനെസ്സിലൂടെ ഞാൻ സുരക്ഷിതനാണ്, എനിക്കിത് അർഹതപ്പെട്ടതാണ് എന്ന് നമ്മൾ നിരന്തരം തലച്ചോറിനെ പഠിപ്പിക്കേണ്ടതുണ്ട്. ആ പഴയ സർവൈവൽ മോഡിനെ ശാന്തമാക്കാതെ നിങ്ങൾക്കൊരിക്കലും സമാധാനം കണ്ടെത്താനാകില്ല. എല്ലാം ഭയങ്കര സ്മൂത്തായി പോകുമ്പോൾ ഉള്ളിൽ വെറുതെ ഒരു പേടി തോന്നുന്ന ഈ അവസ്ഥ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കമന്റ് സെക്ഷനിൽ പറയാം.